കൂട്ടുകാരെ, നമുക്ക് ഇന്ന് എളുപ്പത്തിലൊരു ചായക്കടി തയ്യാറാക്കിയാലോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അതിനായിട്ട് നമ്മളൊരു ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുക്കറിനകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 4 ഫിസിലൊന്ന് അടുപ്പിക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഞാനിത് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുന്നുണ്ട് കൂട്ടുകാരെ. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ജാറിനകത്ത് ഇടുന്നത് വീഡിയോ കട്ടായിപ്പോയി. അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ്. ഞാനൊരു 1/2 കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അതിനകത്തോട്ടൊരു 1.5 സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നല്ലോണമൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കൈക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് നനവോടെ തന്നെ നമ്മൾ ചെറിയ ഉരുളകളാക്കി, അത് ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിനകത്തിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചു ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യാനും കൂടി ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇതേ കണക്ക് തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.